ഈ കർണാടകയിലെ ഈ വിഷയം കേൾക്കുമ്പോൾ കേരളത്തിലെ വ്യവസായ മന്ത്രി പി രാജീവ് ഈ ആളുകളെ മുഴുവൻ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ആദ്യം ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ഫെസിലിറ്റികളും കേരളത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. അവിടെ ജോലി ചെയ്യുകയും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ ജീവിതമാർഗവും ജീവിതവും ഒക്കെ തേടുന്ന മലയാളികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ ഇവിടെ വന്ന് CIT-കാരുടെ തല്ല് വാങ്ങാൻ വേണ്ടിയിട്ടാണോ അവരെ ക്ഷണിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് വേണം. മറ്റൊരു സംസ്ഥാനത്ത് നമ്മുടെ മലയാളികൾ വലിയ രീതിയിൽ നല്ല സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക വികാരത്തിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ രീതിയിൽ ഇടപെട്ട് തിരുത്താനും മാറ്റാനും ശ്രമിക്കുന്നതിന് പകരം അവരെ മറ്റൊരു ദുഷ്ടലാക്കോടുകൂടി ഇങ്ങോട്ട് ക്ഷണിക്കുമ്പോൾ എന്ത് ഉദ്ദേശമാണ് ഉള്ളത്? അതൊരു സങ്കുചിതമായ കാഴ്ചപ്പാടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാംഗ്ലൂരിലുള്ള മലയാളികളുടെ ജീവിത മാർഗം എന്തായാലും കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന ആളുകൾക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. അതിപ്പോൾ VPP മുസ്തഫ പറഞ്ഞ പോലെ ഇവിടെ വികസനമുണ്ട്, വ്യവസായ വളർച്ചയുണ്ടെന്നൊക്കെ ഏതെങ്കിലും ഒരാൾ പുസ്തകം എഴുതി പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്കുകൂലി കിട്ടാത്തതിന്റെ പേരിൽ ഇടിച്ച് കാലൊടിക്കുകയും താഴേക്ക് തള്ളിയിടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ വരുന്ന വ്യവസായികളും പ്രവാസി വ്യവസായികളും റോട്ടിൽ കിടന്ന് സമരം ചെയ്യുന്ന സാഹചര്യമുണ്ട്, ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് ആരെങ്കിലും ഒരാൾ അയാളുടെ മാത്രം സ്വന്തം അനുഭവത്തിൽ ഒരു പുസ്തകം എഴുതുന്നത് കൊണ്ടല്ല കേരളത്തിൽ ഇങ്ങനെ വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ടെന്ന് തോന്നേണ്ടത്. കേരളത്തിൽ വരുന്ന മുഴുവൻ ആളുകൾക്കും തോന്നണം. അങ്ങനെ തോന്നാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ട് വേണം മറ്റു സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ പേരിൽ അവിടെ നിന്ന് ആളുകളെ ക്ഷണിക്കാൻ. അങ്ങനെ ക്ഷണിക്കുന്ന ഒരു 100 ആളുകൾ ഇവിടെ വന്നാൽ അവർക്ക് എന്ത് സൗകര്യം ഒരുക്കാൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഈ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മൃദു വർഗീയത എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് BJP എക്കാലത്തും ഉയർത്തിയ രാമക്ഷേത്രം എന്നുള്ള ഐക്കൺ അവർ പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് പ്രഖ്യാപിച്ചു പോയില്ല എന്ന് മാത്രമല്ല ആ മണ്ണിൽ അവിടെ BJP തോൽക്കുന്നതിനുള്ള രീതിയിലുള്ള പോരാട്ടങ്ങൾ നയിക്കുന്നു. ഇപ്പോഴും കോൺഗ്രസിന് ഒരു നിലപാടുണ്ട്. ഞാനൊരു കാര്യം ചോദിട്ടെ, ഈ മൃദു വർഗീയത എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM വലിയ രീതിയിലുള്ള തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം അതുവരെ ലീഗിനോട് കാണിച്ച പുന്നാരമൊക്കെ മറന്നുകൊണ്ട് ലീഗിനെ തെറി വിളിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിച്ച മൃദു വർഗീയത? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കണമല്ലോ, സംസാരിക്കണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഓരോ കോണ്ടെക്സ്റ്റിലും പറയുമ്പോൾ അതിന് അനുഗുണമായിട്ടുള്ള വാദങ്ങൾ പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കർണാടകയിൽ കോൺഗ്രസ് ഇലക്ഷന് ജയിക്കുന്നത് ഹിജാബ് വിരുദ്ധ സമരം നടന്ന BJP ഹിജാബ് വിരുദ്ധ പോരാട്ടം നടത്തിയപ്പോൾ അതിൽ അവിടുത്തെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ കോൺഗ്രസ് അധികാരത്തിൽ വന്നേ. കോൺഗ്രസ് അവിടെ ഒന്നും മറച്ചു വെച്ചില്ല. എല്ലാ വിഭാഗത്തിലെയും എല്ലാ വിശ്വാസികളെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകൾക്ക് വേണ്ടത്ര നോട്ടപ്പശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്.